നമസ്കാരം. പണ്ട് എല്ലാവരും പറയുമായിരുന്നു, വിജയിക്കുന്ന ആളുകളുടെ പുറകിൽ നല്ല ഹാർഡ് വർക്ക് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല പറയപ്പെടുന്നത്. പകരം വിജയിക്കുന്ന ഏവരുടെയും പുറകിൽ സ്മാർട്ട് വർക്ക് ഉണ്ട് എന്നാണ് ഇന്ന് എല്ലാവരും പറയുന്നത്. ശരിയല്ലേ? കാലം മാറി. ഇത് AI കാലഘട്ടമാണ്. പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന രീതികളിൽ നിന്നൊക്കെ മാറി അതിവേഗത്തിൽ പഠിക്കണം, കൃത്യതയുണ്ടായിരിക്കണം, തെറ്റുകളെ തിരിച്ചറിയണം, സമയത്തിനുള്ളിൽ തീർക്കണം, നെഗറ്റീവ് മാർക്കുകളെ മറികടക്കണം എന്ന ബോറടിക്കാതെ രസകരമായിട്ട് മാറുകയും വേണം, അതും കുറഞ്ഞ ഫീസിൽ. ഇതാണ് മാറ്റം. സിവിലിസി സർവേയർ ഉദ്യോഗാർത്ഥികൾക്കായി പുതുതായി അവതരിപ്പിച്ചിരിക്കുന്ന ലോഞ്ച് ചെയ്തിരിക്കുന്ന സർവേയർ ബുക്കിനെ കുറിച്ച് അതാണ് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതെ, സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇനി ഈസിയായി പഠിക്കാം സിവിലിസിയിലൂടെ ബുക്ക് സർവേയർ എങ്ങനെ എന്നതാണ് നമ്മുടെ ചോദ്യം. നോക്കാം. ഓക്കെ, ബുക്ക് എന്ന് പറയുന്നത് ഒരു PDF ഒന്നുമല്ല. ഒരു PDF ഒക്കെ വായിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തരം ബോറിംഗ് പരിപാടി വേറെയില്ല അല്ലേ? കുറച്ചൊക്കെ നോക്കാം, ഒരുപാട് ലെങ്ത് ഉള്ളതൊക്കെ എങ്ങനെ നോക്കാനാണ്? ഇതൊരു വീഡിയോ ശേഖരവുമല്ല. ട്രഡീഷണൽ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ പോയി പഠിക്കുക എന്നുള്ള രീതിയൊക്കെ കുറേ കാലമായിട്ട് ആളുകളൊക്കെ മാറ്റി തുടങ്ങി. ഓൺലൈൻ ക്ലാസ്സുകൾ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ഓൺലൈനിലാണെങ്കിലും സാധാരണ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും, ക്വിസസ് കുറേ ഉണ്ടാവും, ലെക്ചർ നോട്ട് കുറേ ഉണ്ടാവും. അതിനും ഒരുപാട് ടൈമൊക്കെ വേണം, എത്രയോ ടൈം വേണം. നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല. ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം കാര്യങ്ങൾ. കാലം അതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു PDF-ഉമല്ല, ഒരു വീഡിയോ ശേഖരവുമല്ല. സർവേയർ ഗ്രേഡ് 2, ഇനിയിപ്പോൾ ഡ്രാഫ്റ്റ്സ്മാൻ കം സർവേയർ ആണ് വരാൻ പോകുന്നത്. എന്ന് വരുമെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. തയ്യാറായി വെക്കുക, അത്രയേ ഉള്ളൂ. സിലബസിലെ 100 മാർക്കും PSC കൊടുക്കുന്ന അതേ വെയിറ്റേജിൽ മൊഡ്യൂൾ ബൈ മൊഡ്യൂൾ, സിലബസിൽ എന്താണോ മൊഡ്യൂളായിട്ട് വരുന്നത് ആ മൊഡ്യൂൾ ബൈ മൊഡ്യൂൾ ഒരൊറ്റ ഇൻ്ററാക്റ്റീവ് ഡിജിറ്റൽ ബുക്ക്. സാധാരണ നമ്മൾ ബുക്കുകളൊക്കെ നോക്കി പഠിക്കാനിരിക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 എന്ന് കാണുമ്പോൾ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, അപ്പോൾ നമ്മൾ തപ്പാൻ പോവും ഡ്രോയിങ്ങിൻ്റെ ബുക്കുകൾ. അത് 3-4 ബുക്കുകളൊക്കെ തപ്പിയെടുത്തു. അത് കഴിയുമ്പോൾ വരുന്നത് ചെയിൻ സർവേ, അപ്പോൾ അതുള്ള ബുക്ക് തപ്പിയെടുത്തു. അത് കഴിയുമ്പോൾ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്, അപ്പോൾ വേറെ ബുക്ക് അത് ചിലപ്പോൾ കാണാനില്ല. അത് കഴിയുമ്പോൾ ഓട്ടോ കാർഡ്, അതിനിപ്പോൾ എവിടെ നിന്ന് തപ്പും? ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ഒരൊറ്റ ഇൻറ്ററാക്റ്റീവ് ഡിജിറ്റൽ ബുക്ക്. ഇൻറ്ററാക്റ്റീവ്, വെറുതെ ഇരിക്കല്ല, പരസ്പരം സംസാരിക്കുന്ന ബുക്കാണ്. വായിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും റിവിഷൻ ചെയ്യുന്നതും ഒരേ സ്ക്രീനിൽ. അതാണ് നമ്മുടെ ബുക്കിൻ്റെ പ്രത്യേകത. 10 മൊഡ്യൂളുകൾ, സിലബസിലെ 10 മൊഡ്യൂളുകൾ, 84 ചാപ്റ്ററുകൾ, അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 4348 ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ. റിയൽ PSC PYQവിൽ നിന്ന് 322 ചോദ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ ഉള്ളിലെ യഥാർത്ഥ സ്ക്രീനുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ചാപ്റ്ററിലും ടീച്ചിങ് പേജ് അഥവാ പഠന പേജ്, PSC ട്രാപ്പ് ബോക്സ്, സോഴ്സ് എറർ അലർട്ട്, ഫോർമുല കാർഡ്, വർക്ക്ഡ് എക്സാമ്പിൾ, തത്സമയ MCQ, ഒന്നും മോക്കപ്പല്ല. എല്ലാം ഇപ്പോൾ തന്നെ നമ്മൾ ഷിപ്പ് ചെയ്ത ലോഞ്ച് ചെയ്ത ബുക്കിൽ നിന്ന് നേരിട്ട് എടുത്ത കാര്യങ്ങൾ മാത്രം. സർവേയർ പരീക്ഷയിൽ നമുക്ക് മാർക്കൊക്കെ പലപ്പോഴും കുറഞ്ഞു പോകാറൊക്കെ ഉണ്ട്. അത് അറിവില്ലാത്തത് കൊണ്ടൊന്നുമല്ല. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഫെയിൽഡ് ആകുന്നത്?
4 കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്ന്, പുസ്തകത്തിലെ തെറ്റ്. ഉദാഹരണത്തിന് ഡ്രോയിങ്ങിൽ നമ്മൾ പഠിക്കാറുണ്ട്, ലെഫ്റ്റ് സൈഡിലെ മാർജിൻ എത്രയാണ്? ചിലർ പറയും 20, ചില ബുക്കുകളിൽ പറയും 10 mm, ബാക്കിയുള്ളവിടത്തൊക്കെ 10 mm. ചിലർ പറയും ആദ്യത്തെ A0 A1 മാത്രം ലെഫ്റ്റിൽ 20, ബാക്കിയുള്ളതിലെല്ലാറ്റിലും 10. ഇതൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണ്. ഏതാണ് ശരി എന്താണ് ശരി എന്ന് നമുക്കറിയാറില്ല. എന്നാൽ ഇത്തരത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇനി സർവേയിൽ നിന്ന് പറയുകയാണെങ്കിൽ ഓരോ 18.2 കിലോമീറ്റർ മെഷർ ചെയ്യുമ്പോഴും നമ്മൾ കർവേച്ചർ പരിഗണിച്ചുകൊണ്ടുള്ള സർവേ ചെയ്യുമ്പോഴും പ്ലെയിൻ സർവേ പരിഗണിച്ച് ചെയ്യുമ്പോഴും 18.2 കിലോമീറ്ററിലുണ്ടാകുന്ന വ്യത്യാസം കേവലം എത്രയാണെന്നാണ് പഠിച്ചിരിക്കുന്നത്. ചിലർ 10 സെൻറ്റിമീറ്റർ, ചിലർ 10 മില്ലിമീറ്റർ, ചില ബുക്കുകളിൽ 10 സെൻറ്റിമീറ്റർ, ചില ബുക്കുകളിൽ 10 മില്ലിമീറ്റർ. ഏതാണ് ശരി? വിത്ത് പ്രൂഫ്. അത്തരം സംശയങ്ങൾ പലതുണ്ട്. അത് നമ്മളിവിടെ കൃത്യമായ IS കോഡ് എന്ന് പറയുന്നു, അതുൾപ്പെടെ കാണിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ ഈ ബുക്കിനകത്ത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ തെറ്റുകൾ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കും, ക്ലാരിറ്റി വരും. അത് നമ്മുടെ ഈ ബുക്കിൻ്റെ പ്രത്യേകതയാണ്. 2 ആശയങ്ങൾ കൂടിക്കുഴയുന്ന ചില പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവാം. WCB റെഡ്യൂസർ വേണം. ഇതെന്താ തമ്മിലുള്ള വ്യത്യാസം? വ്യക്തത വേണം, കൃത്യത വേണം, സൂക്ഷ്മത വേണം. ലോക്കൽ അട്രാക്ഷനും ഒബ്സർവേഷണൽ എററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റൈസ് ആൻഡ് ഫാൾ സിസ്റ്റവും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സംഗതിയൊക്കെ അറിയാം, പക്ഷേ ഒരു 60 സെക്കൻഡ് സമയമാണ് നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടുന്നത്. അതിനുള്ളിൽ അത് തിരിച്ചറിയണ്ടേ? അതിന് നല്ല പ്രാക്ടീസ് വേണം. അത് നമുക്ക് ഈ ബുക്കിലൂടെ ലഭ്യമാണ്. പിന്നെ പഠിക്കുന്നത് ഒരു ഭാഗം, ചോദ്യങ്ങൾ വേറെ രീതിയിൽ വരുന്നു. അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കഴിവുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അതിൽ നിന്ന് ചോദ്യം കണ്ടെത്താൻ കഴിയും. പഠിച്ചിരിക്കുന്ന സമയത്ത് തന്നെ PSC ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും. അത് നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. അതെല്ലാവർക്കും കഴിയാറില്ല. മിടുക്കരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അത് കഴിയും. എന്നാൽ ആ ഒരു കുറവ് നമ്മളിവിടെ പരിഹരിക്കും. പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ അതിലെ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരും. അപ്പോൾ നിങ്ങൾക്ക് വേറെ സ്ട്രെസ്സൊന്നും വേണ്ട, ഈസി ആയിട്ട് അതൊന്ന് വായിച്ചു പോയാൽ മതി. തിയറി ഒരു പുസ്തകത്തിൽ, ചോദ്യം വേറൊരു ക്വസ്റ്റ്യൻ ബാങ്കിൽ, ആശയം പഠിച്ച നിമിഷത്തിൽ അതിൻ്റെ PSC ചോദ്യം നമ്മൾ പലപ്പോഴും കാണാറില്ല. അതിനൊരു പരിഹാരമാണ് സിവിലിസിയുടെ ബുക്ക് സർവേയർ. പിന്നെ ദുർബല ഭാഗം അറിയില്ല. അതായത് നമുക്കെല്ലാവർക്കും വീക്ക് പോയിന്റുകൾ ഉണ്ടാവും പഠിക്കുന്ന കാര്യത്തിൽ കേട്ടോ. അത് ഏതാണെന്ന് തിരിച്ചറിയുന്നതിലാണ്, അത് തിരുത്തുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. പലർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. അതൊരു പ്രശ്നമാണ്. 1000 ചോദ്യം ചെയ്തു, പക്ഷേ ഏത് അധ്യായമാണ് സ്കോർ താഴ്ത്തുന്നത്, എനിക്ക് ഏത് ഭാഗമാണ് എൻ്റെ പോയിന്റുകൾ മിസ് ചെയ്യുന്നത് എന്ന് ആരും പറഞ്ഞു തരില്ല. പക്ഷേ നമ്മുടെ ഈ ബുക്ക് അത് പറഞ്ഞു തരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു തുറന്ന സത്യം പറയാം. സർവേയർ ഗ്രേഡ് 2 എക്സാം സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിൽ കഴിഞ്ഞ തവണയൊക്കെ നടക്കുമ്പോൾ സർവേയറിൽ നിന്നുള്ള ചോദ്യങ്ങൾ 62 വരാറ്. 62 മാർക്കാണ് പൊതുവെ കണ്ടുവരാറ്. അപ്പോൾ സർവേയർ ഗ്രേഡ് 2 പേപ്പറിൽ സർവേയിങ് മാത്രം 62 മാർക്കാണ്. അതായത് പരാജയം സാധാരണയായി പഠിച്ചില്ല എന്നതിലല്ല, ഏതാണ് ശരി എന്ന് ഉറപ്പില്ലായിരുന്നു എന്നതിലാണ് പ്രശ്നം. അതും ചിലരുടെ പ്രശ്നമാണ്. കൺഫ്യൂഷൻ മാറ്റിയെടുക്കണോ? ഈ ബുക്ക് തന്നെയാണ് അതിനുള്ള ശരിയായിട്ടുള്ള മാർഗം. അടുത്തത് 100 മാർക്ക് PSC കൊടുക്കുന്ന അതേ അനുപാതത്തിൽ. ഒരു മൊഡ്യൂളും പാഡിംഗ് ഇല്ല, ഒരു മൊഡ്യൂളും ഒഴിവാക്കിയിട്ടില്ല. കൃത്യമായി ഏറ്റവും കൂടുതൽ മാർക്ക് വരിക ലെവലിംഗ് ആൻഡ് കോണ്ടൂറിങ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. 15 മാർക്ക്. മുമ്പത്തെ സിലബസിലേട്ടോ, സിലബസ് മാറിയാൽ 24 മുതൽ 48 മണിക്കൂറിനകം നമ്മൾ ഈ ബുക്ക് ആ സിലബസിൻ്റെ അതേ ഓർഡറിലാക്കും. അത് ഞാൻ തരുന്ന വാക്കാണ്. അതിന് നമുക്ക് കഴിയും. 24 മണിക്കൂർ മുതൽ 48 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് പിന്നെ വീണ്ടും അതേ ഓർഡറിലായിരിക്കും, സിലബസിൻ്റെ ഓർഡറിലായിരിക്കും. യാതൊരു സംശയവും വേണ്ട. കുറച്ചൊക്കെ മാറാൻ സാധ്യതയുള്ളൂ, മാറുകയാണെങ്കിൽ തന്നെ, അല്ലാതെ മൊത്തത്തിലൊന്നും മാറില്ല. ചെയിൻ സർവേ 12 മാർക്ക്, കോമ്പസ് സർവേ 12 മാർക്ക്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്. ഏറ്റവും പ്രശ്നം പലർക്കും അവിടെയാട്ടോ, കണക്ക്.
അതൊക്കെ നമ്മൾ ഈസിയായി പഠിക്കും. 12 മാർക്കുണ്ട്. അതുപോലെ മറ്റുള്ള സബ്ജക്റ്റുകളും പ്ലെയിൻ ടേബിൾ സർവേയിൽ നിന്നാണ് ഏറ്റവും കുറവ്, എന്നാലും 5 മാർക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മളിവിടെ പഠിക്കും. ഇത് എന്ത് പ്രാധാന്യമാണ് ഇതിനുള്ളത് എന്ന് ചോദിക്കാം. ഏറ്റവും ഭാരമുള്ള മൊഡ്യൂൾ 5 ലെവലിംഗ് ആൻഡ് കോണ്ടൂറിങ് 15 മാർക്ക്. അതിൽ നമ്മൾ 12 അധ്യായം കൊടുത്തിട്ടുണ്ട്. 12 ചാപ്റ്ററുകളിലായി 647 ചോദ്യമാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ചെറിയത് M04 പ്ലെയിൻ ടേബിൾ സർവേ 5 മാർക്ക്. അതിൽ 4 അധ്യായവും 205 ചോദ്യവുമാണ് നമ്മൾ പ്രാക്ടീസ്. നോക്കൂ, പ്ലെയിൻ ടേബിൾ സർവേയിൽ നിന്ന് 205 ചോദ്യമാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. നിസ്സാരമല്ല. പഠന സമയം മാർക്കിനൊപ്പം നൽകിയിട്ടുണ്ട് ഇവിടെ. അതാണ് ഒരു സിലബസ് ഫസ്റ്റ് പുസ്തകവും ഒരു നോട്ട് കളക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് സിലബസ് പുസ്തകം. സിലബസ് എന്താണോ അതേ കറക്റ്റ് ഓർഡറാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, കൂടുതലും പഠിക്കുന്നില്ല, കുറവും പഠിക്കുന്നില്ല, കറക്റ്റ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത്. ഈ ബുക്ക് എങ്ങനെയാണ് വാങ്ങിക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, civilisi.in വെബ്സൈറ്റ് ID ഉണ്ട്. അതിലൂടെയൊക്കെ നോക്കുക, നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, തുടരുന്നു. 10 മൊഡ്യൂളായിട്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ 1 ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, മൊഡ്യൂൾ 2 ചെയിൻ സർവേ, പിന്നെ കോമ്പസ്, പ്ലെയിൻ ടേബിൾ, ലെവലിംഗ് ആൻഡ് കോണ്ടൂറിങ്, അതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരാറുള്ളത്. തിയോഡലൈറ്റ്, ടാക്യോമെട്രി ആൻഡ് കർവ്സ്, മോഡേൺ സർവേ ഇൻസ്ട്രുമെൻറ്റ്സ്, ചിലരുടെ മാർക്ക് അവിടെ പോവും, നമുക്കിനി പോവില്ല. ടോട്ടൽ സ്റ്റേഷൻ, GPS, GIS, ഓട്ടോകാഡ്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്. ഞാൻ മനസ്സിലാക്കുന്നത് കുറേ പേര് ഇവിടെ വീഴും, അതൊന്നും ഇനി വീഴാൻ പാടില്ല. ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്ര ഈസി ഒന്നുമല്ല. ഇതെല്ലാമായിട്ട് നമ്മൾ 100 മാർക്ക് 84 ചാപ്റ്ററുകളിലായിട്ട് 4348 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ എക്സാം കലണ്ടർ വന്ന സിലബസ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ 20 മോഡൽ എക്സാമുകളും കൂടെ നമ്മൾ ഈ ബുക്കിൽ ഉൾപ്പെടുത്തുന്നതാണ്. 100 ചോദ്യങ്ങളുള്ള 20 മോഡൽ എക്സാമുകൾ. നമുക്ക് 20 എക്സാം എഴുതി പരിശീലിച്ച് പോകുന്നതിന് തുല്യമാണ്. ഇത് പഠിച്ചതിന് ശേഷം കേട്ടോ, അതും ഇതിനകത്ത് ലഭ്യമാകും. ഇപ്പോൾ ആക്കിയിട്ടില്ല. സിലബസ് മാറുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നാലോ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സിലബസ് വരട്ടെ, നമ്മളത് മാറ്റും. ഒപ്പം ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഉണ്ട്, ഹൗ ടു യൂസ് ദിസ് ഈ ബുക്ക്. ഈ ബുക്കിന് ഒരുപാട് ഫീച്ചറുകൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പലർക്കും അത് സ്വയം കണ്ടെത്താൻ കഴിയില്ല, നോക്കാതെ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ബുക്ക് ഫലപ്രദമായി വിനിയോഗിക്കേണ്ടത് എന്ന് പറയുന്ന ആദ്യ മൊഡ്യൂൾ തന്നെ അതാണ്, ഹൗ ടു യൂസ് ദിസ് ബുക്ക്. പുസ്തകം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ചെറിയ അധ്യായം. ഓരോ ബോക്സിൻ്റെ നിറവും അർത്ഥവും കളർഫുള്ളാണ് കേട്ടോ നമ്മുടെ ഈ ബുക്ക്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇതിന് ശേഷം കാണിച്ചു തരാം അകത്ത് എന്തൊക്കെയുണ്ട്. ഓരോ എണ്ണവും ഫയലിൽ നിന്ന് നേരിട്ട് എണ്ണിയത്, വെറുതെ ഇങ്ങനെ ഒരു അസംഷനിൽ പറയുന്നതല്ല. ഈ നമ്പറുകളൊക്കെ കറക്റ്റാണ്, റൗണ്ട് ചെയ്തിട്ടില്ല, കൂട്ടി പറഞ്ഞിട്ടില്ല. 84 ചാപ്റ്റർ, 535 സ്റ്റഡി ടോപ്പിക്സ് ഫ്രം സിലബസ്, 4348 MCQs, 322 റിയൽ PSC ക്വസ്റ്റ്യൻസ്, 654 എസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് അതാണ്, കുട്ടികൾ വീണു പോകുന്നത് അവിടെയാണ്. നമ്മളിനി വീഴില്ല. 654 എസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഫ്ലാഷ് കാർഡുകൾ 1135, ഫോർമുല കാർഡുകൾ 300. എല്ലാ ഫോർമുലകളും ഒരിടത്ത് കിട്ടണം നമുക്ക്. ഫോർമുല കാർഡുകൾ 331. റിവിഷൻ്റെ ഭാഗമായി ഫോർമുലാസ് മാത്രം പഠിക്കാനായിട്ട് ഫോർമുല കാർഡ് മാത്രം എടുത്താൽ മതി. വെറുതെ ഇരിക്കുന്ന നേരത്തെ എല്ലാ ഫോർമുലകളൊക്കെ ഒന്ന് നോക്കുക. വർക്ക്ഡ് എക്സാമ്പിൾസ്, പ്രോബ്ലംസ് ഒക്കെ വെറുതെ ആൻസർ പറഞ്ഞാൽ പോരല്ലോ, ചെയ്ത് കാണിച്ചു തരണം ഓരോ മോഡലും. 239 പ്രോബ്ലംസ് ന്യൂമറിക്കൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കാണിച്ചു തരുന്നു. ഒറിജിനൽ ഡയഗ്രാംസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ സൂം ചെയ്താലൊന്നും അത് ഡിമ്മാവുകയൊന്നുമില്ല. 284 ഡയഗ്രാംസ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. PSC ട്രാപ്പ് ബോക്സസ് 248 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. സോഴ്സ് എറർ അലർട്ട്, പല ബുക്കുകളിലൊക്കെ ചില എററുകളൊക്കെ ഉണ്ടാവും, നമുക്ക് എറർ വരാൻ പാടില്ല. അപ്പോൾ 166 എണ്ണം അത് അലർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. PYQ പേപ്പർ ടാഗ് 2022, 23, 24 വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ PYQ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4348 ചോദ്യത്തിൻ്റെ കാഠിന്യ വിഭജനം 1831 ഈസിയാണ്, 1895 മീഡിയമാണ്,
622 ചോദ്യങ്ങൾ വളരെ ഹാർഡാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. PSC 2022 ചോദിച്ച 157 ചോദ്യവും 2023 ചോദിച്ച 90 ചോദ്യവും 2024 ചോദിച്ച 75 ചോദ്യവും ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ അധ്യായവും ഒരേ 6 ഘടകങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുന്നേ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ടീച്ചിങ് പേജസ് ഉണ്ട്, PSC ട്രാപ്പ് ബോക്സ്, സോഴ്സ് എറർ അലർട്ട്, ഫോർമുല കാർഡ്, വർക്ക്ഡ് എക്സാമ്പിൾസ്, ഫ്ലാഷ് കാർഡുകൾ, MCQs തുടങ്ങിയവയൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാന ഡിസൈൻ തീരുമാനം ചോദ്യങ്ങൾ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ കൊടുക്കല്ല. ഒരു ആശയം പഠിച്ചു കഴിഞ്ഞ് അതേ ടോപ്പിക്കിനകത്ത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കും. അതാണ് അതിൻ്റെ ഗുണം. കോമ്പസിൻ്റെ ട്രഫ് കോമ്പസ് പഠിച്ചു കഴിഞ്ഞ ഉടനെ അതേ പേജിൽ PSC 2022 ചോദിച്ച ട്രഫ് കോമ്പസിൻ്റെ ചോദ്യം വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊരു ഒറ്റമൂലിയാണ്, മനസ്സിലായോ? ഒറ്റമൂലിയാണ്, എല്ലാം കൂടി ഒന്നിച്ച് ചേരുന്നു. അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന തത്വമാണ് ഇതിനകത്ത് വരുന്നത്. പഠന പേജ് അഥവാ ടീച്ചിങ് പേജ് ഗ്യാപ്പുകളൊന്നും ഉണ്ടാവില്ല. ടെക്സ്റ്റ് ബുക്ക് ഭാഷ പകർത്തിയിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇവിടെ കാണുന്നത് മൊഡ്യൂൾ 3 കോമ്പസ് സർവേയിലെ ചാപ്റ്റർ 4 ബെയറിംഗ് കൺവേർഷൻ WCBയിൽ നിന്ന് RBയിലേക്ക് എങ്ങനെ മാറ്റുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന ടീച്ചിങ് പേജിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ അവിടെ കൃത്യമായി വാട്ട് എ കോമ്പസ് ആക്ച്വലി മെഷേഴ്സ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു നോട്ട് ഇവിടെ കൃത്യമായിട്ട് തരുന്നുണ്ട്. എന്താ? എ കോമ്പസ് ക്യാൻ നെവർ ഗിവ് ദി ആംഗിൾ ഒരിക്കലും തരികയില്ല ബിറ്റ്വീൻ 2 സർവേ ലൈൻസ് ഇൻ വൺ സെറ്റിംഗ്. എന്താ തരുന്നത്? ഈച്ച് ബെയറിംഗ് ഈസ് ഒബ്സർവ്ഡ് സെപ്പറേറ്റ്ലി അഗൈൻസ്റ്റ് ദി കോമൺ മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ദി 2 ആർ സബ്സ്ട്രാക്റ്റഡ് ടു ഒബ്റ്റെയിൻ ദി ഇൻക്ലൂഡ്. 2 ബെയറിംഗ് ഒന്നിൽ നിന്ന് മറ്റൊന്ന് കുറയ്ക്കുമ്പോഴാണ് അവയ്ക്കിടയിലുള്ള ആംഗിൾ കിട്ടുന്നത്. അതിൻ്റെ ഡയഗ്രാംസ് ഉൾപ്പെടെ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ടീച്ചിങ് പേജ് ഇപ്രകാരമാണ് ഉണ്ടാവുക. ഈ ചിത്രത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ 284 ചിത്രങ്ങളിൽ ഒന്നാണ്. എല്ലാം വെക്ടറായി പുതുതായി വരച്ചതാണ്. ഒന്നും സ്കാൻ ചെയ്തതോ പകർത്തിയതോ ഒന്നുമല്ല. അതുകൊണ്ട് ഫോണിൽ സൂം ചെയ്താലും മങ്ങുകയുമൊന്നുമില്ല, വളരെ ക്ലാരിറ്റി ഉണ്ടാവും. PSC ട്രാപ്പ് ബോക്സ് 248 എണ്ണം. പ്രശ്നമിരിക്കുന്ന അതേ സ്ഥലത്ത് കുടുക്ക് നമ്മളെ കുടുക്കുന്ന ഭാഗങ്ങളാണ്. എന്താണ് സംഭവം? ആക്ച്വൽ സ്ക്രീനാണ് കേട്ടോ. PSC ട്രാപ്പ് ഒരു സ്ഥലത്ത് കൊടുത്തിരിക്കുകയാണ്. M05 M03 മുതൽ M05 മൊഡ്യൂളുകളിൽ കൊടുത്തിരിക്കുന്നതാണ്. 0 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി ആർ ദി സെയിം ഡയറക്ഷൻ ഡ്യൂ നോർത്തിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ പോകുന്നതാണ്. ആൻ ആൻസർ ഷീറ്റ് ദാറ്റ് ഒഫേഴ്സ് ബോത്ത് ഈസ് ടെസ്റ്റിംഗ് വെദർ യു നോട്ടീസ് ഓൾസോ എ WCB ഈസ് റിട്ടൺ ആസ് എ ബെയർ നമ്പർ റൈറ്റിംഗ് N55 ഡിഗ്രി ഓർ 55 ഡിഗ്രി E for a whole circle bearing is wrong because cardinal letters belong only to the reduced bearing system. N55 എന്നോ 55 ഒന്നും ഹോൾ സർക്കിൾ ബെയറിംഗിൽ തരാൻ പാടില്ല. അവിടെ സംഖ്യ മാത്രം മതി. ക്വാഡ്രൻ്റൽ ബെയറിംഗിൽ മാത്രമാണ് കാർഡിനൽ ലെറ്റേഴ്സ് വരാൻ പാടുകയുള്ളൂ. ഇത്തരത്തിൽ തെറ്റുകൾ വരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ PSC ട്രാപ്പുകൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അറിയാം. നമ്മൾ ഇതിനകത്തുള്ള ചോദ്യങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ കൊടുത്തു. എങ്ങനെ കൊടുത്തു? ചോദ്യവും ഓപ്ഷൻസും മാത്രമേ കൊടുത്തുള്ളൂ, ആൻസർ കീ കൊടുത്തില്ല. എന്നിട്ട് അത് ഓഡിറ്റ് ചെയ്യപ്പെട്ടു. ആ ഓഡിറ്റ് ചെയ്യപ്പെട്ട ആൻസർ കീയും നമ്മുടെ ആൻസർ കീയെ ഒത്തുനോക്കി. അപ്പോൾ അതിലേറൊക്കെ വ്യത്യാസം വന്നു. എന്തുകൊണ്ട് വ്യത്യാസം വന്നു? അത് പഠിച്ചു. അപ്പോഴാണ് ചില ബുക്കുകളിലെ തെറ്റുകൾ, പഴയ കോഡൽ വാല്യൂസ്, അതൊക്കെയാണ് ഈ തെറ്റിന് കാരണമെന്ന് മനസ്സിലായത്. എത്രയോ കോഡൽ വാല്യൂസാണ്, കോഡുകളാണ് നമ്മളിതിൽ പരിശോധിച്ചതെന്നറിയാമോ? അങ്ങനെ ആച്ചി കുറിക്കിയ ആ കറക്റ്റ് കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. ആ തെറ്റുകളൊക്കെയാണ് ഇവിടെ നമ്മൾ PSC ട്രാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചുമ്മാ വെറുതെ ഇട്ട് വെച്ചിട്ടുള്ളതല്ല. രണ്ടാമത്തെ ട്രാപ്പ് ബോക്സ് 04323 പേപ്പറിൽ ഒരു യഥാർത്ഥ ചോദ്യത്തെ നേരിട്ട് പേരെടുത്ത് പറയുന്നു. ട്രാപ്പ് ബോക്സ് വെറും ഉപദേശമല്ല, നടന്ന ഒരു സംഭവത്തിൻ്റെ രേഖയാണ് ട്രാപ്പ് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പുസ്തകം തെറ്റാണെങ്കിൽ അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. 166 സോഴ്സ് എറർ അലർട്ട്, ഓരോന്നിലും അച്ചടിച്ച തെറ്റ്, ശരിയായ വില അത് തീരുമാനിക്കുന്ന IS കോഡ് കണ്ടോ. ഇവിടെയൊക്കെ കാണാം ചില ബുക്കുകളിൽ ചില എററുകളൊക്കെ ഉണ്ടാവും. ആ എററൊക്കെ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ചിലപ്പോൾ പഴയ കോഡൽ വാല്യൂസ് ആയിരിക്കും, പഴയ എഡീഷൻ ബുക്കുകളൊക്കെ ആയിട്ടായിരിക്കും, അല്ലാതെ അവർ തെറ്റി ചെയ്യുന്നൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ഇവിടെ കറക്റ്റ് ചെയ്ത് പുതിയ കോഡ് ഏതാണ്, അതിൻ്റെ ക്ലോസ് ഏതാണ് എന്നാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കാം. നിമി സ്റ്റേറ്റ്സ് ദി ലെഫ്റ്റ് ബോർഡർ ഈസ് 20 mm ഓൺലി ഫോർ A0 ആൻഡ് A1. A0 A1 ഷീറ്റിലെ ലെഫ്റ്റിൽ 20 ആൻഡ് 10 mm ഫോർ A2 മുതൽ A5 വരെ എന്നാണ് നിമിയിൽ പറയുന്നത്.
സംഭവം അത് ശരിയൊക്കെ തന്നെയായിരുന്നു, പക്ഷെ അത് പഴയ കോഡ് പ്രകാരമാണ്. കറക്റ്റ് ആസ് പെർ IS 10/711/2001 ക്ലോസ് 4.2 ദി ലെഫ്റ്റ് ബോർഡർ ഈസ് 20 mm ഫോർ ഓൾ സൈസസ് A0 to A4. എല്ലാതും ഇപ്പോൾ 20 mm തന്നെയാണ്. ഓൾ അതർ ബോർഡേഴ്സ് ആർ 10 mm. PSC ഫോളോസ് ദി കറണ്ട് IS കോഡാണ് ഉപയോഗിക്കുക. അപ്പോൾ എക്സ്പെക്ട് എ ട്രാപ്പ് ഓപ്ഷൻ ക്യാരിയിങ് ദി നിമി ഫിഗർ. അപ്പോൾ കണ്ടോ, ഇവിടെ ഒരു പ്രശ്നം, ഒരു അലർട്ട് നമ്മളെ തരും. ഇത്തരത്തിൽ ഒരുപാടുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെയുള്ള തെറ്റുകളായിരിക്കും നമ്മുടെ വിധി നിർണ്ണയിക്കുക. അതൊക്കെ ഇതിനകത്ത് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ തെറ്റുകളൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്ന കാര്യം. 4000 ചോദ്യമുണ്ട് എന്ന് ആർക്കും പറയാം, പക്ഷേ നിങ്ങളുടെ പുസ്തകത്തിൽ ഈ വരി തെറ്റാണ്, ശരിയായ വാല്യൂ ഇതാണ്, അത് തീരുമാനിക്കുന്ന IS ക്ലോസ് ഇതാണ്, ഇത് പറയാൻ ഓരോ അക്കവും കോഡിൽ പോയി പരിശോധിച്ചിരിക്കണം. 166 തവണ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. 331 ഫോർമുല കാർഡ്, ഒപ്പം എല്ലാം ഒരുമിച്ചുള്ള ഒരൊറ്റ ഫോർമുല ഷീറ്റിൽ 331 ഫോർമുല കാർഡുകൾ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഫോർമുല കാർഡുകൾ ഉണ്ടാവുക. കണ്ടോ, ഫസ്റ്റ് ക്വാഡ്രൻറ്റ് 0 to 90 ഡിഗ്രി റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് WCB തന്നെയായിരിക്കും, ലെറ്റർ NE എന്ന് കൊടുത്താൽ മതി. സെക്കൻഡ് ക്വാഡ്രൻറ്റ് 90 മുതൽ 180 വരെ റെഡ്യൂസ്ഡ് ബെയറിംഗ് 180 നിന്ന് WCB കുറച്ചാൽ മതി, SE എന്ന് കൊടുക്കണം. ഇങ്ങനെ ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഫോർമുല ഷീറ്റ്, മൊഡ്യൂളിലെ മുഴുവൻ ഫോർമുലകളും ഒറ്റ സ്ക്രീനിൽ കാണാൻ ഒരു ബട്ടൺ, ഫോർമുല ഷീറ്റ് എന്നിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം അതൊക്കെ. പരീക്ഷയ്ക്ക് തൊട്ട് മുൻപുള്ള ആ അവസാന 10 മിനിറ്റിന് ഇത് മാത്രം മതി, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. 239 വർക്ക്ഡ് എക്സാമ്പിൾസ്, ഓരോ ചുവടും കാണിച്ച്. ആക്ച്വൽ വർക്ക്ഡ് എക്സാമ്പിൾസ് ഫ്രം ദി ബുക്ക്, ഇത് കറക്റ്റ് അതേ ബുക്കിലുള്ള ഒരെണ്ണം കേട്ടോ. പ്രോബ്ലം, 2 pegs P and Q are driven 100 meter apart with the level exactly midway between them. The staff reading on P 1.36 meter and Q 1.12 meter. The level is then shifted close to P where the reading on P is 1.480 and on Q is 1.296. Find the collimation error. State whether the line of sight is inclined up or down. And give the reading on Q for a truly horizontal line of sight. ഇതാണ് ചോദ്യം. ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്നാൽ മനസ്സിലാക്കി ചെയ്യണം. നോക്കൂ, ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗിവൺ മിഡ് വേ P ഈസ് ഈക്വൽ ടു 1.3, മിഡ് വേയിലിരിക്കുന്ന സമയത്ത് Pയിൽ 1.365 Qയിൽ 1, അപ്പോൾ നിയർ PPയിലിരിക്കുമ്പോൾ 1.480 Qയിലിരിക്കുമ്പോൾ 1.25 ആണ്. PQ എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. തന്നിട്ടുള്ള കാര്യങ്ങൾ അവിടെ തന്നു. സ്റ്റെപ്പ് 1, ദി മിഡ് വേ സെറ്റപ്പ് ഹാസ് ഈക്വൽ സൈറ്റ് ലെങ്ത്, സോ ഇറ്റ് ഗിവ്സ് ദി ട്രൂ ഡിഫറൻസ് ഓഫ് ലെവലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 1.365 എന്നും 1.125 കുറച്ചാൽ 0.240, അത് ട്രൂ ലെവൽ ഡിഫറൻസ് ആണ്. ദി സ്മാളർ റീഡിംഗ് ബിലോങ്സ് ടു ദി ഹയസ്റ്റ് പോയിന്റ്, ചെറിയ റീഡിംഗ് ഉയർന്ന പോയിന്റിനെ സൂചിപ്പിക്കുന്നു. സോ Q സ്റ്റാൻഡ്സ് 0.240 മീറ്റർ എബവ് ദ P എന്നൊരു ഐഡിയ നമുക്ക് കിട്ടുന്നു. സ്റ്റെപ്പ് 2, വിത്ത് ദ ഇൻസ്ട്രുമെന്റ് ക്ലോസ് ടു P ദി റീഡിംഗ് ഓൺ P ഈസ് ടേക്കൺ ആസ് 1.480, അത് കറക്റ്റ് ആയിരിക്കും. ക്യൂവിലെ എറർ ഉണ്ടാവും. അപ്പോൾ ക്യൂവിലേക്ക് കിട്ടേണ്ടത് ഈ 0.240 കൂടുതലാണ് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റിക്വയർഡ് റീഡിംഗ് 1.240, പക്ഷേ കിട്ടിയ റീഡിങ് എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്, 1.296. അപ്പോൾ എത്ര വ്യത്യാസമുണ്ട്, 0.056 വ്യത്യാസമുണ്ട്. 100 മീറ്ററിൽ 0.056 വ്യത്യാസം, പ്ലസ് ആണ്, ഇൻക്ലൈൻഡ് അപ്വേർഡ്സ് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും. ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? 239 എണ്ണം അങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. എന്തുകൊണ്ട്? ഓരോ ചുവടും. PSC 2 തരത്തിലാണ് 2 പെഗ് ടെസ്റ്റ് ചോദിക്കുന്നത്. ഈ സംഭവം 2 പെഗ് ടെസ്റ്റാണ്. എറർ എത്ര എന്നും ശരിയായ റീഡിംഗ് എത്ര എന്നും ഇടയ്ക്കുള്ള ചുവടുകൾ കാണിച്ചാൽ മാത്രമേ രണ്ടും ഒരുപോലെ ഉത്തരം പറയാനായിട്ട് നമുക്ക് പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുക. PSC 2022 ഉള്ള ചോദ്യമാണ് കേട്ടോ. മൊഡ്യൂൾ 3ലുണ്ട് ഇത്. ദി ഹോൾ സർക്കിൾ ബെയറിംഗ് ഓഫ് എ ലൈൻ 236-37. ഇറ്റ്സ് റെഡ്യൂസ്ഡ് ബെയറിംഗ് ഈസ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ആൻസർ ഏതാണെങ്കിലും അതിവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് പറ്റില്ല. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ ആൻസറും അതുപോലെ എക്സ്പ്ലനേഷനും ഒക്കെ അവിടെ വരും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ അതിനകത്ത് കാണുക. അത് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നു. ഇതും അതുപോലെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ ഇത് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 29ാമത്തെ ചോദ്യമായിട്ട് 43/2023 ചോദിച്ച ഒരു ചോദ്യമാണിത്. ആ ചോദ്യങ്ങൾ മുഴുവൻ നമ്മൾ ഇതിനകത്ത് മാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട 300 സംതിങ് ചോദ്യങ്ങൾ, 322 ആണെന്ന് തോന്നുന്നു.
PSCയുടെ പുതിയ പാറ്റേൺ 654 എസേർഷൻ ടൈപ്പ് ചോദ്യങ്ങൾ, റീസൺ ടൈപ്പ് ചോദ്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ്. ഇതാണിപ്പോൾ കൂടുതലും PSC ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ ഓവർസിയർ ഗ്രേഡ് 3-ക്കൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടി കുട്ടികൾ സമയത്തിന് എക്സാം അവസാനിപ്പിക്കാൻ പാടുപെട്ടു. ഈ പുസ്തകത്തിനുള്ളിലെ 10 ഉപകരണങ്ങളുണ്ട്. ഒറ്റ സ്ക്രീൻ, വേറെ ആപ്പൊന്നും വേണ്ട, ഇൻസ്റ്റാൾ ചെയ്യേണ്ടതൊന്നുമില്ല. സ്റ്റഡി മോഡ് ഉണ്ട്, നമുക്ക് MCQ മാത്രമായിട്ട് ചെയ്യാൻ പറ്റും, ഫ്ലാഷ് കാർഡുകൾ മാത്രമായിട്ട് ചെയ്യാൻ പറ്റും, ഫോർമുല ഷീറ്റ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ കഴിയും, സ്കോർ കാർഡ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര സ്കോർ കിട്ടിയെന്ന് അറിയണ്ടേ? അതിൽ കറക്റ്റ് എത്രയായിരുന്നു, റോങ് എത്രയായിരുന്നു, സ്കിപ്പ് ചെയ്തത് എത്രയായിരുന്നു, ടോട്ടൽ എത്രയായിരുന്നു, ഒരു ചാപ്റ്ററിൽ നമുക്ക് ആകെ എത്ര മാർക്ക് കിട്ടി, എത്ര പെർസെൻറ്റേജ് കിട്ടി എന്നുള്ളതൊക്കെ അവിടെയുണ്ട്. വീക്ക് സോൺ സ്കാനർ ഉണ്ട്, ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പിന്നോട്ട് പോയത് എന്നുള്ളത് അത് കൃത്യമായി കാണിച്ചു തരും. ബുക്ക് മാർക്ക് ഉണ്ട്, തെറ്റിയ ചോദ്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ബുക്ക് മാർക്ക് ചെയ്യപ്പെടും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് ചില ചോദ്യങ്ങൾ ബുക്ക് മാർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ തെറ്റിയ ചോദ്യങ്ങളും നമ്മളായിട്ട് മാർക്ക് ചെയ്ത ചോദ്യങ്ങളും ഒന്നിച്ച് പിന്നീട് നമുക്ക് വീണ്ടും ചെയ്ത് പഠിക്കാനുള്ള അവസരമുണ്ട്. ഹൈലൈറ്റ്സ് ഉണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് ഒന്നുകൂടി നോക്കേണ്ടതുണ്ട്, ഹൈലൈറ്റ് അവിടെ ടിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ച ഭാഗങ്ങൾ പിന്നെയും കാണാൻ കഴിയും. റീഡ് അലൗഡ്, നമ്മൾ വെറുതെ വിശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ സ്പീക്കർ സൈൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് നമുക്ക് റീഡ് ചെയ്ത് തരും, വായിച്ചു തരും, ആ ബുക്ക് മുഴുവൻ വായിച്ചു തരും. ഇങ്ങനെ ഇരുന്ന് കേൾക്കാം, എത്ര രസമാണെന്നറിയാമോ. ടൈമർ മോഡ് ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാം ക്വസ്റ്റ്യൻസ്. ഫോണ്ട് സൈസ് വേണമെങ്കിൽ കൂട്ടാം, പലരും മൊബൈലിലാണ് കൂടുതൽ പേരും കാണുന്നത്. അപ്പോൾ മൊബൈലിലാക്കുമ്പോൾ നമുക്ക് ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ സൂം ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഓട്ടോ പ്രോഗ്രസ് സേവ്, നമ്മളൊരു തവണ ചെയ്ത് പകുതിക്ക് വെച്ച് നിൽക്കുമ്പോൾ എവിടെ വരെ എത്തി എന്നുള്ളത് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ തുടർന്ന് നമുക്ക് ചെയ്യാനും കഴിയും. ഒരു കാര്യം പ്രത്യേകം പറയണം, പ്രോഗ്രസീവ് സേവ്. നിങ്ങൾ ലോഗൗട്ട് ചെയ്താലും ഫോൺ മാറിയാലും എത്ര വരെ പഠിച്ചു എന്നും ഏതൊക്കെ ചോദ്യം ചെയ്തു എന്നും അതേപടി ഉണ്ടാകും. മൊബൈൽ, ടാബ്, ഡെസ്ക്ടോപ്പ് മൂന്നിലും പ്രവർത്തിക്കും. ഇൻസ്റ്റാൾ ചെയ്യാനൊന്നുമില്ല, നേരിട്ടങ്ങ് എടുത്തങ്ങ് ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ഈ പുസ്തകം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ചക്രമുണ്ട്. എന്താണ് ആ ചക്രം എന്ന് നോക്കൂ. ആദ്യം പഠിക്കുക സ്റ്റഡി മോഡിൽ, അത് കഴിഞ്ഞ് ഉടനടി ചോദ്യങ്ങളുണ്ടാവും, അത് ചെയ്യുക. പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചോദ്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ വീക്ക് സോൺ കാണും അവസാനം. അപ്പോൾ ആ വീക്ക് സോണിലുള്ള ചോദ്യങ്ങൾ വീണ്ടും കാണുക. അത് കഴിഞ്ഞ് റീട്രൈ റോങ്, തെറ്റിയ ചോദ്യങ്ങൾ പിന്നെയും ചെയ്യുക. അങ്ങനെ ഒരു ചക്രമാണ്. നമുക്കിതിൽ നിന്നും ഒന്നും മിസ്സാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു? 1000 ചോദ്യം ആവർത്തിച്ച് ചെയ്യുന്നതല്ല സ്കോർ ഉയർത്തുന്നത്, തെറ്റിയ ചോദ്യങ്ങൾ മാത്രം വീണ്ടും ചെയ്യുന്നതാണ്. റീട്രൈ റോങ് ബട്ടൺ കൃത്യമായി അതിനുള്ളതാണ്, തെറ്റിയ ചോദ്യങ്ങൾ പിന്നെയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. 4348 ചോദ്യവും ഉത്തരം കാണാതെ വീണ്ടും ചെയ്തു നോക്കി. ഈ ബുക്ക് ഉണ്ടാക്കാനുള്ള ഏറ്റവും ശ്രമകരമായിട്ടുള്ള ജോലി അതായിരുന്നു. ഞാൻ 1-2 തവണ സൂചിപ്പിച്ചു. മിക്ക പഠന സാമഗ്രികളും ഒരിക്കൽ എഴുതിയിറക്കും, ഇതങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ആദ്യം ഇത് എഴുതിയുണ്ടാക്കി, അതിനുശേഷം ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് നടത്തി. അതായത് ചോദ്യവും ഓപ്ഷൻസും മാത്രം കൊടുത്തിട്ട് ആൻസർ കീ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ആ ആൻസർ കീയും നമ്മുടെ ആൻസർ കീയും നമ്മൾ കമ്പയർ ചെയ്തു. എന്നിട്ട് എന്താണ് അതിലുള്ള പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി. അത് മനസ്സിലാക്കാൻ IS കോഡുകളും മറ്റുമൊക്കെ ഏതാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ളത് അതിലേക്ക് പോയി ഉറപ്പുവരുത്തി. അതിനുശേഷം റീ എഡിറ്റ് ചെയ്തു. തെറ്റിയ ചോദ്യങ്ങൾ, പ്രശ്നമുള്ളതൊക്കെ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ അത് റീ എഡിറ്റ് ചെയ്തു. റീ എഡിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു എന്നുള്ളതാണ്, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് നടത്തി ആ കറക്റ്റ് ചെയ്ത ചോദ്യങ്ങൾ. എന്നിട്ട് വീണ്ടും അതിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ നമ്മൾ കോഡുകളും കാര്യങ്ങളും ഒക്കെ നോക്കി ഉറപ്പുവരുത്തി. അങ്ങനെയുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മുമ്പും ഈ ബുക്കുകൾ കുറച്ച് ഇറക്കിയിരുന്നു. അതിൽ ഇത്രയും ഇത് 5 ലെവൽ ഓഡിറ്റിംഗ് ആണ് നടത്തിയത്. അതിൽ ഇത്രയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് തെറ്റുകളൊക്കെ അതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് അങ്ങനെ തെറ്റുകൾ ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. മാനുഷികമായിട്ട് വരുന്ന ചില തെറ്റുകളാണ്. പക്ഷേ എങ്കിലും ഉണ്ടാവാൻ ഭയങ്കര പാടാണ്. നോക്കൂ, എന്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് പ്രധാനമാണ്. കാർഡ് 8 ട്രാപ്പ് ബോക്സുകളും കാർഡ് 9 എറർ അലർട്ടുകളും ഈ പ്രക്രിയയിൽ നിന്നും ഉണ്ടായവയാണ്. ഇത് ചെയ്തിട്ടുണ്ടാകുന്ന ആ ഡിസ്പ്യൂട്ടുകളെ പഠിച്ചിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വെറുതെ അഭിപ്രായമല്ല, ഒരു ബ്ലൈൻഡ് ചെക്കിൽ പുറത്തു വന്ന കണ്ടെത്തലുകളാണ് അവിടെ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളത്. പതിവ് ക്ലാസ്സും ബുക്കുകളും തമ്മിൽ സത്യസന്ധമായ ഒരു താരതമ്യം. ക്ലാസ്സിന് പകരമല്ല ബുക്ക്. അത് ആദ്യമേ തന്നെ പറയട്ടെ, ഒരു അധ്യാപകനിൽ നിന്ന് നേരിട്ട് കേട്ട് പഠിക്കുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അതൊരിക്കലും മറ്റൊന്നിനും തരാനൊന്നും കഴിയില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ക്ലാസ്സിന് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാനാണ്. എന്നാൽ അവിടെ കുറച്ച് ന്യൂനതകളുണ്ട്. ഒന്ന് നമ്മുടെ ടൈം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ പരിശീലിക്കേണ്ടതിൻ്റെ ആവശ്യകത.
കണ്ടും കേട്ടും മനസ്സിലാക്കിയാൽ പോരാ, മെമ്മറി വേണം. അത് നമ്മൾ ഓർത്തോർത്ത് പരിശീലിച്ച് പ്രാക്ടീസ് നേടണം, കോൺഫിഡൻസ് നേടണം. അതിന് നമുക്ക് അവിടെ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റാത്ത പലതും നമുക്കിവിടെ നേടിയെടുക്കാനായിട്ട് കഴിയും. അതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഒന്ന് വേഗത, ക്ലാസ്സിൻ്റെ വേഗത. മനസ്സിലായില്ലെങ്കിലും അടുത്ത ടോപ്പിക്ക് വരും, ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പോവും. സിവിലിസി ഈ ബുക്ക് അങ്ങനെയല്ല. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചോദ്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത് പഠിച്ചേ പറ്റൂ. നിങ്ങളുടെ വേഗത ഒരു ടോപ്പിക്ക് 10 തവണ വായിക്കാം. ഒരു 10 തവണ സ്പീഡിൽ നിങ്ങൾക്ക് ഈ ബുക്കുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും, ഒരു സംശയം വേണ്ട. ചോദ്യം എവിടെ? ക്ലാസ് കഴിഞ്ഞ് വേറൊരു ക്വസ്റ്റ്യൻ ബാങ്കിൽ മറ്റൊരു സന്ദർഭത്തിലായിരിക്കും ചോദ്യങ്ങളൊക്കെ ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല. ആശയം പഠിച്ച ഉടനെ അതേ പേജിൽ തന്നെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ളതാണ്. തെറ്റ് പിടിക്കൽ ആരും പറഞ്ഞു തരുന്നില്ല. ഉത്തരസൂചിക തരും, പക്ഷേ എന്താണ് തെറ്റ്, എങ്ങനെ വന്നു എന്നുള്ളതൊന്നും പറഞ്ഞില്ല. ഇവിടെ അങ്ങനെയല്ല. ഓരോ ചോദ്യത്തിനും പൂർണ്ണമായ വിശദീകരണം ഉണ്ടാവും. ഓരോ തെറ്റായ ഓപ്ഷനും ആരുടെ തെറ്റാണെന്നും കൃത്യമായിട്ടൊക്കെ അവിടെ പറഞ്ഞു തരും. ദുർബല ഭാഗം മറ്റിടത്ത് നമുക്ക് ഊഹിക്കാനേ പറ്റൂ, ഞാൻ ഇന്ന ഭാഗങ്ങളിൽ വീക്കാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെയല്ല, കൃത്യമായി വരച്ച് കാണിച്ച് തരും. വീക്ക് സോൺ സ്കാനർ, അധ്യായത്തിൻ്റെ പേര് പറയും. ഇന്ന ചാപ്റ്റർ താങ്കൾ പോരാട്ടോ, നന്നായി പഠിച്ചോ എന്നങ്ങോട്ട് പറയും. ആവർത്തനം, നോട്ട് വീണ്ടും വായിക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് 135 ഫ്ലാഷ് കാർഡ്, ഫോർമുല ഷീറ്റ്, റീട്രൈ റോങ് ഇതൊക്കെ ഒന്നിച്ചൊരു സ്ഥലത്തിടയ്ക്ക് എടുക്കുകയാണ്. നോട്ട് മൊത്തം വായിക്കണ്ട. ഇതിങ്ങനെ സെപ്പറേറ്റ് എന്താണോ ആവശ്യം അത് മാത്രം വായിച്ചു പോയാൽ മതി. പുസ്തകത്തിലെ തെറ്റ് അതേപടി പഠിക്കപ്പെടും, നമ്മൾ പഠിക്കും അതേപോലെ. ഇവിടെ അങ്ങനെയല്ല. 166 സോഴ്സ് എറർ അലർട്ട് ഉണ്ട്. IS ക്ലോസ് സഹിതം തിരുത്തി നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. PYQ ഒരു പ്രത്യേക പുസ്തകമായി സിലബസുമായി ബന്ധമില്ല, അത് വേറെ ഏത് പുസ്തകത്തിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ആവശ്യമുള്ള സിലബസിനനുസരിച്ചിട്ടുള്ള PYQ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 322 PYQ ഇതിനകത്ത് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നഷ്ടപ്പെടും, ക്ലാസ് വിട്ടുപോയാൽ കഴിഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. എപ്പോൾ വേണമെങ്കിലും പ്രോഗ്രസ് ഓട്ടോ സേവ് ആണ്. നമുക്ക് തെറ്റായ ചോദ്യങ്ങളും ഇതൊക്കെ പിന്നെയും പഠിക്കാനൊക്കെ കഴിയും. ചിലവ്, നേരിട്ടുള്ള ക്ലാസ്സൊക്കെയാണ് യാത്ര, സമയം, ഫീസ്, അങ്ങനെ വലിയൊരു സംഖ്യ വരും. ഇവിടെ യാത്രയൊന്നുമില്ല, സമയലാഭമുണ്ട്, പൈസ ലാഭമുണ്ട്. ഫോൺ മാത്രം മതി അല്ലേ, അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഏതാണ് അല്ലെങ്കിൽ അത് മതി. ഇൻ്റർനെറ്റ് വേണം കേട്ടോ, അത് മസ്റ്റാണ്. അത് ഇന്നത്തെ കാലം അതാണ്. ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലമൊന്നും അല്ലല്ലോ. അത് അത്യാവശ്യം സ്പീഡുള്ള നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. അത് ഞാൻ തുറന്നു പറയാം. സത്യസന്ധമായി ഒരു നല്ല അധ്യാപകനെ ഒരു പുസ്തകവും പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കില്ല. സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഒരു അധ്യാപകൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. ഈ പുസ്തകം ചെയ്യുന്നത് വേറൊന്നാണ്. അധ്യാപകന് 40 പേരുള്ള ക്ലാസ്സിൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മാത്രം ദുർബല അധ്യായം കണ്ടെത്തി നിങ്ങൾ തെറ്റിയ ചോദ്യങ്ങൾ മാത്രം വീണ്ടും നിങ്ങൾക്ക് തരിക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതവിടെ പ്രായോഗികമാവില്ല. അധ്യാപകന് താല്പര്യമൊക്കെ ഉണ്ടാവും, പക്ഷെ പ്രായോഗികമാവില്ല. ഇവിടെ അത് പേഴ്സണലാണ്. നിങ്ങളെ ഓരോരുത്തരെ കണ്ടറിഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ച് തരും എന്നുള്ളതാണ് ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആർക്കു വേണ്ടി എങ്ങനെ ഉപയോഗിക്കണം? ഈ പുസ്തകം ആർക്കു വേണ്ടി? കേരള PSC സർവേയർ ഗ്രേഡ് 2 സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്. ഇനി അത് ഡ്രാഫ്റ്റ്സ്മാൻ കം സർവേയർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരിക. പ്രധാന ലക്ഷ്യം അവരെ ഉദ്ദേശിച്ച് തന്നെയാണ്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിലുകാർക്ക് ഉപയോഗിക്കാം. സർവേയർ ITI വിദ്യാർത്ഥികൾക്ക് മറ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റുകൾ അല്ലെ PSC ടെസ്റ്റുകൾക്കൊക്കെ ഉപയോഗിക്കാം. ഓവർസിയർ ഗ്രേഡ് 2 ഗ്രേഡ് 3 ഉദ്യോഗാർത്ഥികൾക്ക് സർവേ ഏറ്റവും മനോഹരമായി ഇതിലൂടെ പഠിക്കാം. മൊഡ്യൂൾ 1 to 7 സർവേയും ഭാഗവുമായി വളരെയധികം ചേരുന്നതാണ്. ട്രേഡ്സ്മാൻ സർവേ ആൻഡ് അനുബന്ധ സാങ്കേതിക തസ്തികകൾ, ടോട്ടൽ സ്റ്റേഷൻ, GPS, DGPS, GIS, ഓട്ടോകാഡിൽ ഒരു നിലവിലുള്ള റെഫറൻസിന് വേണ്ടി ജോലി ചെയ്യുന്ന സർവേയർമാർക്കൊക്കെ ഇത് പഠിക്കാം. പിന്നെ ഒന്ന് മൊഡ്യൂൾ ക്രമത്തിൽ പഠിച്ചു പോവാം. ആദ്യത്തെ മൊഡ്യൂൾ ആദ്യം പഠിക്കുക, അത് കഴിയുമ്പോൾ രണ്ടാമത്തെ മൊഡ്യൂൾ. അത് സിലബസിൻ്റെയും ലൈവ് ക്ലാസ് കലണ്ടറിൻ്റെയും ക്രമമാണ്. ടോപ്പിക് വായിച്ച ഉടനെ അതിൻ്റെ MCQ ചെയ്യുക. ചോദ്യം അവിടെ വെച്ചത് മനഃപൂർവ്വം വെച്ചത് തന്നെയാണ്, ചെയ്ത് പോയാൽ മതി. ആഴ്ചയിൽ ഒരിക്കൽ വീക്ക് സോൺ സ്കാനർ ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ വീക്കായിട്ടുള്ള ഭാഗങ്ങളൊന്ന് വേഗം ഒന്നുകൂടി നോക്കുക. വരുന്നതിൽ റീട്രൈ റോങ് ചെയ്യുക. തെറ്റിയ ചോദ്യങ്ങളൊന്ന് റീട്രൈ റോങ് ചെയ്യുക. അവസാന മാസമൊക്കെ ആകുമ്പോൾ പരീക്ഷയുടെ അടുക്കുമ്പോൾ ഫ്ലാഷ് കാർഡുകൾ, ഫോർമുല ഷീറ്റ്, ടാഗ്ഡ് PYQ അത് മാത്രം ഇരുന്ന് പഠിക്കുക. സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാപ്പ് ബോക്സുകൾ ശ്രദ്ധിക്കുക. മാർക്ക് യഥാർത്ഥത്തിൽ നേടുന്നത്, മറ്റുള്ളവരെ അപേക്ഷിച്ച് മാർക്ക് യഥാർത്ഥത്തിൽ നേരിടുന്നത് നമ്മൾ അവിടെയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് 84 അധ്യായം, 4348 ചോദ്യം, 100 മാർക്കിൻ്റെ സിലബസ്, ഒരൊറ്റ പുസ്തകം, അത് സംസാരിക്കുന്ന പുസ്തകം അല്ലേ. സിവിലിസി സർവേയർ ഗ്രേഡ് 2 കംപ്ലീറ്റ് ഡിജിറ്റൽ ബുക്ക്. വിൻസെൻ്റർ പ്രൗഢിയോടുകൂടെ തന്നെ സിവിലിസിയിലൂടെ നിങ്ങൾക്കായി എത്തിക്കുന്നു. മൊഡ്യൂൾസ് 10 എണ്ണം,
ചാപ്റ്ററുകൾ 84 എണ്ണം, MCQs 4348 എണ്ണം വിത്ത് എക്സ്പ്ലനേഷൻ, PSC PYQ 322 എണ്ണം. ഒരൊറ്റ പ്ലാനിൽ ഈ 10 മൊഡ്യൂളും പൂർണ്ണമായി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. വാർഷിക പ്ലാനാണുള്ളത്. ഒരു വർഷത്തേക്ക് ഒന്നിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 4200 രൂപ മാത്രം. ചിലർക്കിത് വലിയ സംഖ്യയായിട്ട് തോന്നും, ചിലർക്ക് അത് അത്ര കുഴപ്പമില്ല എന്ന് തോന്നും. 4200 ഒരു വർഷത്തേക്കാണ്. ഒരു വർഷത്തേക്ക് 84 അധ്യായവും 4348 ചോദ്യവും, മാസം ഏകദേശം 350 രൂപ. ഇന്നൊരു കൊച്ചുകുട്ടിയെ ട്യൂഷന് വിട്ടാൽ ഇതിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കണം. ഒരു ദിവസം 12 രൂപയിൽ താഴെ. ഒരു നേരം ചായ കുടിക്കാൻ പുറത്ത് കടയിൽ കയറി കഴിഞ്ഞാൽ 20 രൂപയെങ്കിലും കൊടുക്കേണ്ട അവസ്ഥയാണ്. 15 മിനിമം കൊടുക്കണം അല്ലേ? 20 ആയി എല്ലായിടത്തും. ഇത് 12 രൂപ ഒരു ദിവസം, 12 രൂപയിൽ താഴെ. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നഷ്ടമായിട്ടൊന്നും കാണണ്ട. ഒരു ജോലി കിട്ടട്ടെ. ഒരു ചെറിയ കണക്ക്, 4348 ചോദ്യം 4200. ചോദ്യം മാത്രമല്ല ഇതിനകത്തുള്ളത്, ഇതിൻ്റെ മൂല്യം അതിനപ്പുറത്താണ്. അതായത് ഒരു ചോദ്യത്തിന് 1 രൂപയിൽ താഴെ, ഓരോ ചോദ്യത്തിനും പൂർണ്ണ വിശദീകരണ സഹിതം. എങ്ങനെ ചേരാം? civileasycourse.com ചെക്കൗട്ട്, ഈ ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്താൽ കയറാം. ഇത് നിങ്ങൾക്ക് ക്ലിക്കാവില്ല, അപ്പോൾ അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇത് ഇട്ട് തരാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് പോവാം. അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാൻ ഞാൻ ലിങ്ക് അയച്ചു തരാം. 9072345630 നമ്മുടെ സിവിലിസിയുടെ ഒഫീഷ്യൽ നമ്പറാണ്. ഞാൻ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ലിങ്ക് വേണമെങ്കിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരാം. മൊബൈൽ, ടാബ്, ഡെസ്ക്ടോപ്പ് എല്ലാറ്റിലും പ്രവർത്തിക്കും. ഇൻസ്റ്റാൾ ചെയ്യാനൊന്നുമില്ല. പ്രോഗ്രസ് സ്വയം സേവ് ആകും. അവസാനമായി ഒരു വാക്ക്, സർവേയർ ഗ്രേഡ് 2 സർവേയിങ് മാത്രം 62 മാർക്കാണ്. ഈ പുസ്തകം അതിന് 84 62 അധ്യായവും സർവേയിൽ നിന്നുള്ളത് തന്നെയാണ്. അത് യാദൃച്ഛികമല്ല, അതാണ് ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ ഡിസൈനും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇത്ര നേരം ഈ ബുക്കിനകത്ത് എന്തൊക്കെയാണുള്ളത്, എങ്ങനെയാണ് നമുക്കിത് സാധ്യമാവുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറയുകയാണ് ചെയ്തത്. ഇനി ഞാൻ ചെയ്ത് കാണിച്ചു തരാം എന്താണ് ഈ ബുക്ക് എന്നുള്ളത്. നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ബുക്കിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇതെന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാം. ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഹൗ ടു യൂസ് ദിസ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ ബുക്ക് ഉപയോഗിക്കുക, അതാണ് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഹൗ ടു യൂസ് ദിസ് ബുക്ക്. അപ്പോൾ ഇതിനകത്ത് അത് എഴുതിയിട്ടുണ്ടാവും. ഇത് ഇത്രയും ചെറുതായിട്ടാണോ എഴുതിയിരിക്കുന്നത്? കുറേ കാര്യങ്ങളുണ്ട് ഈ ബുക്ക് ഉപയോഗിക്കുന്ന ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആദ്യം വായിക്കണം. നമുക്കിവിടെ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. ഇതിനകത്ത് ഉണ്ട് 100% 120 ആക്കാം, 150 ആക്കാം, 175 ആക്കാം. അതിനനുസരിച്ച് ഇതിൻ്റെ വലിപ്പം കൂട്ടാം. മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ സൗകര്യം പോലെ ചെയ്യുക. ഇനി ഫോണ്ട് സൈസ് കൂട്ടണോ, ഇതിവിടെ പ്ലസ് ചെയ്ത് പോയാൽ മതി. ഫോണ്ട് സൈസും നമുക്ക് കൂട്ടാൻ പറ്റും. വളരെ ലെജിബിളാണ്. ഇനി ഡാർക്ക് മോഡിലേക്ക് മാറ്റണോ, ഡാർക്ക് മോഡിലേക്ക് നമുക്ക് മാറ്റാം. അതല്ലെങ്കിൽ ഡേ മോഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അതുപോലെ തന്നെ ടൈമർ മോഡുണ്ട്. ക്വസ്റ്റ്യൻസൊക്കെ ടൈം വെച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ഉറക്കെ വിളിച്ച് പറയണമെങ്കിൽ ഇവിടെ ഇത് ഓണാക്കിയാൽ മതി. എന്നിട്ട് ഇവിടുത്തെ സ്പീക്കർ സൈൻ കൊടുത്താൽ മതി. അപ്പോൾ അത് ഉറക്കെ വിളിച്ച് പറയും. അതിൻ്റെ സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ശബ്ദം വേറെ ഏത് രൂപത്തിൽ വേണമെങ്കിൽ മാറ്റാതെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാം. ചില ചോദ്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ എടുക്കാം. അതുപോലെ തന്നെ തെറ്റിയ ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് വന്ന് വീഴും. ഈ മാർക്സ് എഴുതിയിട്ടില്ല, ഇപ്പോൾ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഫോർമുല ഷീറ്റ് ഇവിടെ കാണാം, ഹൈലൈറ്റ് ചെയ്തത് ഇവിടെ കാണാം. അതൊക്കെ വലുതായി കാണാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൂൾസും സൗകര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങളോട് പറയട്ടെ. കണ്ടോ, അവിടെ സ്പീക്കർ ചെയ്യാൻ കണ്ടില്ലേ? ഇത് ക്ലിക്ക് ചെയ്ത് മറ്റേത് ഓണാക്കിയിട്ടിട്ട് അവിടെ ഓണാക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ attempt answer read the explanation കണ്ടോ, അത് നമുക്ക് വായിച്ചു വെറുതെ കിടക്കുക. ഇത് വെച്ചിട്ട് വെറുതെ കിടന്നാൽ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മുടെ കണ്ടൻ്റ് ഉള്ള ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം. ഹൗ ടു യൂസ് ദിസ് ഇ ബുക്ക് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഉണ്ടായിരുന്നത്. അതിനുശേഷം രണ്ടാമത്തേലേക്ക് നമുക്ക് പോവാം. M1 ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ചെയിൻ സർവേ,
കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, ലെവലിംഗ് ആൻഡ് കോണ്ടൂറിങ് ഈ മൊഡ്യൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക. തിയോഡലൈറ്റ്, ടാക്യോമെട്രി ആൻഡ് കർവ്സ്, മോഡേൺ സർവേ ഇൻസ്ട്രുമെൻറ്റ്സ്, ഓട്ടോ കാർഡ്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ്, ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ 10 മൊഡ്യൂളുകൾ. ഈ 11ാമത്തെ ഒരു മൊഡ്യൂള് സിലബസൊക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷം വരും. 20 മോഡൽ എക്സാംസ് ആയിരിക്കും കേട്ടോ, അത് വരും, ഇതിനകത്ത് ഞാൻ ഇടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ചെയിൻ സർവേയിലേക്ക് ഒന്ന് പോയാലോ. ചെയിൻ സർവേ എന്ന് പറയുന്ന മൊഡ്യൂളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ഇത് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത് ആ ഭാഗം പോയി. അപ്പോൾ ഇത് വലുതായി കിട്ടും. ഇത് നമുക്ക് സ്ക്രീൻ വലുതാക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതങ്ങ് നീങ്ങി കിട്ടും. കണ്ടോ, ചെയിൻ സർവേ എന്ന് പറയുന്നതിനകത്ത് 10 ചാപ്റ്റർ ഉണ്ട്, 50 ടോപ്പിക് ഉണ്ട്, 484 MCQ ഉണ്ട്. കംപ്ലീറ്റ് ആയതൊന്നുമില്ല. അപ്പോൾ 1ാമത്തെ ചാപ്റ്ററാണിത്, ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡിവിഷൻസ് ഓഫ് സർവേയിങ്. നിങ്ങൾ നോക്കും ഇത് മാത്രമേ ഓപ്പണായി കിടക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ലോക്ക് ചെയ്ത് വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതും ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ്. നമ്മൾ ആദ്യം ഈ ആദ്യത്തെ ചാപ്റ്റർ തന്നെയാണ് പഠിക്കേണ്ടത്. ആ ചാപ്റ്റർ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 60% കൂടുതൽ മാർക്ക് കിട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ചാപ്റ്റർ ഓപ്പൺ ആവും. സ്കോർ കാർഡിൽ അവിടെ കാണാം. അപ്പോൾ ചിലർക്ക് വിഷമാവും, ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ. 60 കിട്ടാതെയൊന്നും ആരും പോകണ്ട, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്കിലും വിഷമിക്കൊന്നും വേണ്ട. ആ സ്കോർ കാർഡിൽ നെക്സ്റ്റ് ലെസൺ എന്നുണ്ടാവും, ബട്ടൺ ഉണ്ടാവും, അതുമ്മ ക്ലിക്ക് ചെയ്താൽ മതി. അതുമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പറയും, അങ്ങോട്ട് പോകണോ, നിങ്ങൾക്ക് ഇത്ര മാർക്കേ കിട്ടിയിട്ടുള്ളൂ, ഒന്നുകൂടെ പഠിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കും. അല്ല, നിങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ നേരെ അടുത്ത ചാപ്റ്റർ ഓപ്പൺ ആവും. അപ്പോൾ അത് ലോക്ക് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, അത് ഓപ്പൺ ആയിക്കോളൂ കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പോൾ ആദ്യത്തേലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ഇവിടെ ടൂൾസ് എടുത്തു, ഫോണ്ട് വലുതാക്കി, ഇന്ന് കുറച്ചൊക്കെ വലുതാക്കിയിട്ടുണ്ട്. ഇനിയും വലുതാക്കണോ? ഓക്കെ, ഇത്രയും വലുതാക്കിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡിവിഷൻസ് ഓഫ് സർവേയിങ് 35 മിനിറ്റ് പഠിക്കാനുള്ളതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 48 MCQ ഉണ്ട് ഇതിനകത്ത്. 70% നമ്മൾ ശരിയാക്കണം എന്നാണ് ഒരു ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്നാണ് പറയുന്നത്. ഡെഫിനിഷൻ ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് സർവേ, പ്രൈമറി ഡിവിഷൻസ്, ഡിവിഷൻസ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്, ഡിവിഷൻസ് ബേസ്ഡ് ഓൺ പർപ്പസ്, യൂസ് ഓഫ് സർവേയിങ് ആൻഡ് ബ്രീഫ് ഹിസ്റ്ററി, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. ഇനി ചാപ്റ്റർ തുടങ്ങായി. കണ്ടോ, വാട്ട് ഈസ് സർവേയിങ്, ഡെഫിനിഷൻ ആൻഡ് ഒബ്ജക്റ്റ്. ഇതാണ് ആദ്യം. ഡെഫിനിഷൻ ഓഫ് സർവേയിങ്ങിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, പ്രധാനപ്പെട്ടതൊക്കെ ഇങ്ങനെ ബോൾഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഭയങ്കര രസമാണ് ഇത് വായിച്ചെടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ അതിൻ്റെ കാര്യങ്ങൾ, ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് ഉപയോഗിക്കുന്നത്. ഡയറക്ഷൻ മെഷർ ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്. എലിവേഷൻ എന്ന് വെച്ചാൽ എന്താണ് ഉപയോഗിക്കുക. ചില നോട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ദി ബ്രാഞ്ച് ദാറ്റ് ഡീൽസ് ഓൺലി വിത്ത് റിലേറ്റീവ് ഹൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ സർവേയിങ് അല്ല, ലെവലിംഗ് ആണ്. നമ്മളെ പഠിപ്പിച്ചു തരും, ഓരോ പോയിന്റുകളും അത് നമ്മളെ പഠിപ്പിച്ചു തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓഫ് സർവേയിങ്, ദി പ്ലാൻ ആൻഡ് ദി മാപ്പ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. PSC ട്രാപ്പ് കണ്ടോ, പ്ലാൻ എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ വരയ്ക്കുന്നതാണ്, സ്മാൾ ഏരിയ ആണ്. ഇപ്പോഴും എല്ലാവർക്കും തെറ്റിക്കുന്ന ഒരു സംഭവമാണിത്. മാപ്പ് എന്ന് പറഞ്ഞാൽ സ്മാൾ സ്കെയിൽ വരയ്ക്കുന്നതാണ്, ലാർജ് ഏരിയ ആണ്. ഇത് പരസ്പരം മാറിപ്പോവും. അതുകൊണ്ടാണ് ഇവിടെ ട്രാപ്പ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ദി എക്സാമിനർ ലവ്സ് സ്വാപ്പിംഗ് ദീസ് 2 വേർഡ്സ്. ഈ 2 വാക്കുകൾ അങ്ങോട്ട് മാറ്റി എപ്പോഴും ചോദിക്കുന്നു. നമുക്കത് തെറ്റാൻ പാടില്ല. ഇത് നമുക്ക് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടാഗ് ചെയ്യാം. കണ്ടോ, ഇവിടെ ഈ കളറുകൾ ഓരോന്നും ഓരോ ടാഗിനെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ആയിട്ടുള്ളത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാഗാണ്. അതിന് തൊട്ട് മുമ്പുള്ളത് ട്രാപ്പ്. ഇതിപ്പോൾ ട്രാപ്പായിരുന്നല്ലോ, അപ്പോൾ അത് ഇവിടെ കൊടുത്താൽ മതി, ട്രാപ്പിൽ കിടന്നോളും. കണ്ടോ, ട്രാപ്പ് ടാഗ് ചെയ്തു. നമുക്കതിന് വീണ്ടും പെട്ടെന്ന് വേണമെങ്കിൽ അത് എടുക്കാനായിട്ട് കഴിയും, ആ ഒരു ട്രാപ്പ്. ഡിഫൈൻ സർവേയിങ് ഒരു ചോദ്യമാണ്. അപ്പം മനസ്സിൽ ഉത്തരം പറയാം. എന്താണ് സർവേയിങ്? സർവേയിങ് ഈസ് ദി ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് പോയിന്റ്സ് ഓൺ ദി എയർ സർഫസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് തന്നെയാണോ ഇവിടെ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശരിയാണ്. അപ്പോൾ മനസ്സിലൊരു സന്തോഷമൊക്കെ നമുക്ക് തോന്നും അല്ലേ. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാൻ ആൻഡ് മാപ്പ്? പ്ലാനും മാപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏതാ ലാർജ് സ്കെയിൽ തയ്യാറാക്കുന്നത്, വലുതായി കാണുന്നത് പ്ലാൻ, സ്മാൾ സ്കെയിൽ തയ്യാറാക്കുന്നത് ഏതാണ്, മാപ്പ്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് തന്നെയാണോ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അക്കോർഡിംഗ് ടു ദി സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ സർവേയിങ് ഡിറ്റർമിൻസ് ദി റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിന്റ്സ് ബൈ മെഷറിംഗ് എന്താണ്? ഓൺലി വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഓൺലി ആംഗിൾ, ഡിസ്റ്റൻസ്, ഡയറക്ഷൻ ആൻഡ് എലിവേഷൻ, ഓൺലി ഏരിയാസ് ഓഫ് പ്ലോട്ട്. ഇതിലേതാ വരിക? ഏതാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുക. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. ഈ പിന്നുമേ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ബുക്ക് മാർക്ക് ചെയ്യപ്പെടും. അത് നമുക്ക് ഈ ടൂൾസിൽ ഈ മാർക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കാണും. തെറ്റിയ ചോദ്യങ്ങളും ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും കേട്ടോ. അക്കോർഡിംഗ് ടു ദി സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ സർവേയിങ് ഡിറ്റർമിൻസ് ദി റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിന്റ്സ് ബൈ മെഷറിംഗ്
ഡിസ്റ്റൻസ്, ഡയറക്ഷൻസ് ആൻഡ് എലിവേഷൻസ് ആണെന്ന് വിചാരിക്കുക. തൽക്കാലം നമുക്കത് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റാണ്. കണ്ടോ, ഗ്രീൻ കളർ കണ്ടു. എക്സ്പ്ലനേഷൻ തൊട്ട് താഴെ വരും എന്നുള്ളതാണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദി മെയിൻ ഒബ്ജക്റ്റ് ഓഫ് സർവേ. എന്താണ് മെയിൻ ഒബ്ജക്റ്റ് ഓഫ് സർവേ? ടു പ്രിപ്പയർ എ പ്ലാൻ ഓർ മാപ്പ് ഓഫ് ദി ഏരിയ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ വരും. അങ്ങനെ ഓരോന്നോരോന്നും ചെയ്യുക. ദി ബ്രാഞ്ച് ഓഫ് സർവേയിങ് ദാറ്റ് ഡീൽസ് വിത്ത് ദി റിലേറ്റീവ് ഹൈറ്റ്സ് ഓഫ് ഡിഫറൻറ്റ് പോയിന്റ്സ്. അപ്പോൾ ലെവലിംഗ് എന്നായിരിക്കും. അപ്പോൾ ലെവലിംഗ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വന്നു. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വരുന്നത് കണ്ടോ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലും വരുന്നത് അല്ലേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് ഇൻ സർവേയിങ് ഡിസ്റ്റൻസ്, ഡയറക്ഷൻസ് ആൻഡ് എലിവേഷൻസ് ആർ മെഷേർഡ്. ശരിയാണ്. ദി എൻഡ് റിസൾട്ട് ഓഫ് എ സർവേ ഈസ് നോർമലി എ പ്ലാൻ ഓർ മാപ്പ്. ശരിയാണോ? ലെവലിംഗ് ഡീൽസ് എനി വിത്ത് ഹൊറിസോണ്ടൽ. തെറ്റാണ് അല്ലേ. ലെവലിംഗ് വെർട്ടിക്കലാണ്. അപ്പോൾ 1, 2 ശരിയാണ്. കണ്ടോ. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ വരും. ഇങ്ങനെ ചെയ്തു. അത് എസെർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പരിശീലിക്കേണ്ടത്. മോഡറേറ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ധാരാളം വരും. ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് പോവുക. സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്. അടുത്തത് പ്രൈമറി ഡിവിഷൻസ്, പ്ലെയിൻ ആൻഡ് ജിയോഡറ്റിക് സർവേയിങ്. കണ്ടോ, ചെറിയ ചിത്രസഹിതം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓരോ 18.5 കിലോമീറ്ററിലുണ്ടാകുന്ന വ്യത്യാസം എത്രയാണ് എന്നുള്ളത്. ഇത് എപ്പോഴും തെറ്റിക്കുന്നൊരു സംഭവമാണ്. എല്ലാവരും 10 സെൻറ്റിമീറ്റർ എന്നാണ് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ശരിക്കും അത് 1 സെൻറ്റിമീറ്ററാണ്. അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ പ്രൂവ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. PSC ട്രാപ്പ് ഉണ്ട്. സ്പിരിക്കൽ എക്സസ് ഓഫ് എ ലാർജ് ട്രയാങ്കിൾ എത്രയാണെന്നുള്ളത് കൂടെ കാണിക്കുന്നുണ്ട്. നിരവധി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പോവും. ഇങ്ങനെ പോയി അവസാനം പെട്ടെന്ന് പോവാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചു പോകും ഇത് കൃത്യമായിട്ട്. പഠിക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല. ഇവിടെ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ കണ്ടോ, സബ്മിറ്റ് ചാപ്റ്റർ അത് കൊടുക്കുക. അത് ഈ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് അവസാനം ഈ അറ്റംപ്റ്റ് ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സബ്മിറ്റ് ആവും. നമ്മളിപ്പോൾ കുറേ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ സ്കോർ കാർഡ് വന്നു. 8% നമ്മുടെ മാർക്ക്. നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് 8%. 4 ശരിയായി, ഒന്നും തെറ്റിയിട്ടില്ല. 44 സ്കിപ്പ് ചെയ്തു. ആകെ 48 ചോദ്യം ഉണ്ടായിരുന്നു. സ്റ്റഡി മോഡിലേക്ക് പോവാം. ഇത് റീസെറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ചെയ്ത് നോക്കാം. റീസെറ്റ് ആൻഡ് റീട്രൈ അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇനി 60% മാർക്ക് കിട്ടിയാലാണ് അടുത്ത ചാപ്റ്റർ ഓപ്പൺ ആവുള്ളൂ സാധാരണ രീതിയിൽ. അപ്പോൾ ചിലർക്ക് അത് കിട്ടണമെന്നില്ല. ചിലർക്ക് അടുത്തേക്ക് ചാടാൻ വ്യഗ്രത ഉണ്ടാവും. അവർ ഈ നെക്സ്റ്റ് ചാപ്റ്റർ കൊടുത്താൽ മതി. ഇവിടെ നെക്സ്റ്റ് ചാപ്റ്റർ കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് കണ്ടോ അവിടെ വീക്ക് സോൺ സ്കാനർ. നമുക്ക് ഏത് ഭാഗത്തൊക്കെയാണ് തെറ്റ് പറ്റിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവും. അതിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഗോ കൊടുത്താൽ മതി. അതിലേക്ക് പോകാം. അത് വീണ്ടും ചെയ്യാം, ശരിയാക്കാം, തിരിച്ചു വരാം. റിവൈസ് തിയറി മാത്രം റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ഓവർവ്യൂ എടുക്കണമെങ്കിൽ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓവർവ്യൂ കിട്ടും. ഒരുപാടുണ്ട്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്താ വന്നിരിക്കുന്നത്? യൂസ് കോഡ് 8%, ബിലോ ദി 60% ബെഞ്ച് മാർക്ക്. സന്തോഷ് സാർ റെക്കമെൻഡ്സ് റിവൈസിങ് ദി വീക്ക് ടോപ്പിക്സ് ബിഫോർ മൂവിങ് എഹെഡ്. യു ക്യാൻ സ്റ്റിൽ കണ്ടിന്യൂ ഇഫ് യു ആർ റെഡി. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ കണ്ടിന്യൂ എനിവേ കൊടുക്കുക, അല്ലെങ്കിൽ റിവൈസ് ഫസ്റ്റ്, ഒന്നുകൂടെ റിവൈസ് ചെയ്യാനാണ് പറയുന്നത്. അതങ്ങനെ പറയൂ. കാരണം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് ചെയ്തു പോവുക. അപ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഒരു ചാപ്റ്ററേ കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകണം. 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകണം. അത് പഠിക്കണം. അങ്ങനെ ഇത് തന്നെ പഠിക്കാനായിട്ട് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഒരു ഫുൾ കോഴ്സൊക്കെ വീഡിയോ ഒക്കെ കണ്ട് പഠിക്കണമെങ്കിൽ എന്തുമാത്രം ഉണ്ടാകും എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമ്മുടെ ഈ ബുക്ക് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി ഏറ്റവും നീറ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അത്യാവശ്യം ധാരണയുള്ള ആളുകൾക്ക് ഈ ബുക്ക് മതിയാവും നന്നായി പഠിക്കാനായിട്ട്. ഒട്ടും ധാരണയില്ല, ഒരു ആവറേജിന് താഴെയൊക്കെ നിൽക്കുന്ന ആ ലെവലിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ കോഴ്സ് തന്നെ എടുത്ത് പഠിക്കണം. നമുക്ക് കോഴ്സും ഉണ്ട്. ഇതിന് നമ്മൾ പറഞ്ഞു 4200 ഒരു വർഷത്തേക്ക് വരുന്നുള്ളൂ. കോഴ്സാണെങ്കിൽ മാസം 1800 രൂപയാണ്. മന്ത്ലി വാങ്ങിക്കാം. ഒരു വർഷത്തേക്കാണെങ്കിൽ 15,000 ആണ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവർ, ഒട്ടും ലെവലല്ലാത്ത ആളുകൾ കോഴ്സ് തന്നെ എടുക്കുക, വീഡിയോ ക്ലാസ്സുകളൊക്കെ കാണുക. പക്ഷേ പ്രശ്നം എന്താ അറിയാമോ? വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരു കൊല്ലം നന്നായി ഇരുന്ന് പഠിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു പ്രയാസം. ഇതാണെങ്കിൽ ഒരു അത്യാവശ്യം ധാരണയുള്ള ആളുകൾക്ക് ഇത് വെച്ച് ഈസി ആയിട്ട് പഠിച്ചു പോകാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ മൊഡ്യൂൾ ഞാൻ ഫ്രീ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അത് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ എന്നെ നേരത്തെ കാണിച്ച വാട്സപ്പ് നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നന്നായി പഠിക്കുക. സ്മാർട്ട് വർക്കാണ് നമുക്ക് വേണ്ടത്, ഹാർഡ് വർക്കല്ല. ഹാർഡ് വർക്ക് നിർത്തുക.
പകരം സ്മാർട്ടാവുക, സ്മാർട്ട് വർക്കിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ആവട്ടെ. നന്നായി പഠിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ ഇ ബുക്ക് എല്ലാവർക്കും ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നല്ലൊരു വിജയം, ജോലിയൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ബൈ.